മറ്റൊരാളുടെ ദുഃഖം വീണ സ്ഥലത്ത്, മറ്റൊരാളുടെ സങ്കടം വീണ സ്ഥലത്ത് മുസ്ലിം പള്ളി പണിയാൻ പാടില്ല. അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു തരുന്നതാണ്. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. ബാഗ്ദാദ് പട്ടണത്തിന്റെ നടുക്ക് ഒരു ക്രിസ്ത്യൻ സ്ത്രീക്ക് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വിലയ്ക്ക് കൊടുക്കാനായി അവിടുത്തെ പ്രൊവിൻഷ്യൽ ഗവർണർ ആവശ്യപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, പറ്റിയല്ല, 1500 കൊല്ലമായി എൻ്റെ പൂർവികർ താമസിക്കുന്ന സ്ഥലമാണ്, ഞാൻ തരാൻ പറ്റിയല്ല. ആ പ്രൊവിൻഷ്യൽ ഗവർണർ നാട്ടിലുള്ള വിലയുടെ 3 ഇരട്ടി ആ സ്ത്രീയുടെ പേരിൽ കൊടുത്ത ശേഷം ആ പേര പൊളിച്ചു. ആ സ്ത്രീ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഹറൂൺ അൽ റഷീദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഭരണാധികാരി ആ പ്രൊവിൻഷ്യൽ ഗവർണറെ വിളിച്ചു. നീ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ പേര പൊളിച്ചോ എന്ന് ചോദിച്ചു. അതേ പൊളിച്ചു സാർ, പക്ഷേ അത് നാട്ടിലുള്ള വിലയുടെ 3 ഇരട്ടി കൊടുത്തിട്ടാണ് ഞാൻ പൊളിച്ചിരിക്കുന്നത്. അതേ പരിസ്ഥ ഹാദിസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ഹാദിസിൽ നിന്ന് പരിസ്ഥ പ്രവാചകന്റെ ഒരു വാചകം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഹറൂൺ അൽ റഷീദ് ആ പ്രൊവിൻഷ്യൽ ഗവർണറോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്ത്രീയുടെ കണ്ണുനീർ തീപ്പൊരിയാണ്, അത് വീഴുന്ന സ്ഥലം ദഹിച്ചു പോകും. ടീയേഴ്സ് ഓഫ് വുമൺ ഈസ് സ്പാർക്സ് ഓഫ് ഫയർ, ഇറ്റ് ബേൺസ് വെർ ഇറ്റ് ഫാൾസ്. ഹറൂൺ അൽ റഷീദ് പറഞ്ഞു, ആ മുസ്ലിം മോസ്ക് പൊളിക്കാൻ പറഞ്ഞു. മുസ്ലിം മോസ്ക് പൊളിച്ചിട്ട് ആ സ്ത്രീക്ക് വീണ്ടും വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീണ സ്ഥലം ഒരു മുസ്ലിം പള്ളിയായി വിനിയോഗിക്കാൻ കഴിയില്ല. അയോധ്യയിലെ രാമജന്മഭൂമി പോയിട്ടുള്ള ക്ഷേത്രം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല. ഇസ്ലാമിന്റെ നിയമത്തിൽ മറ്റൊരു മനുഷ്യന്റെ കണ്ണീര് വീണ സ്ഥലത്ത് മോസ്ക് പണിയാൻ ഒക്കെയില്ല. അതുകൊണ്ട് തന്നെ രാമജന്മഭൂമിയിൽ അല്ല മോസ്ക് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ മോസ്ക് പൊളിച്ചിട്ട് ആ ക്രിസ്ത്യൻ സ്ത്രീക്ക് വീട് വീണ്ടും വെച്ചു കൊടുത്തു. ആ വീട് വെച്ചു കൊടുത്ത മുസ്ലിം സ്ത്രീയുടെ കൊച്ചുമോന്റെ മോനായിട്ട് വരും സദാം ഹുസൈന്റെ പ്രധാനമന്ത്രിയായിരുന്ന താരിഖ് അസീസ്. അദ്ദേഹം ഓർത്തഡോക്സുകാരനായ ക്രിസ്ത്യാനിയാണ്. ആ താരിഖ് അസീസിന്റെ മുത്തശ്ശിയുടെ വീടാണ് പൊളിച്ചിട്ട് മോസ്ക് വെച്ചത്. ആ മോസ്ക് പൊളിച്ചിട്ട് വീണ്ടും താരിഖ് അസീസിന്റെ ആളുകൾക്ക് ആ വീട് തിരിച്ചു വെച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ ഈ വലിയ സങ്കല്പം പ്രവാചകന്റെ ഒരു വാക്കിൽ നിന്ന്, ഒരു സെന്റൻസിൽ നിന്ന് ഹറൂൺ അൽ റഷീദ് കോട്ട് ചെയ്തിട്ടാണ് ആ സംഗതി ചെയ്യുന്നത്.